ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 5ാമത്തെ ചാപ്റ്റർ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഈക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഇതിൽ ഫോക്കസ് ഏരിയ റിവിഷൻ്റെ 3ാമത്തെ ഭാഗമാണ്. ഇതിൽ ആദിവാസി സ്ട്രഗിൾ, ആദിവാസികളുടെ പ്രക്ഷോഭങ്ങൾ, അവരുടെ സമരങ്ങൾ. ആദിവാസികൾ എന്തിനു വേണ്ടിയാണ് സമരം നടത്തിയത്, അല്ലെങ്കിൽ അവർ പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നത് എന്തിനാണ്? The Adivasis are marked by poverty, powerlessness and social stigma. ആദിവാസികൾക്ക് വിഭാഗങ്ങൾ, ദാരിദ്ര്യം, ചൂഷണം, അതുപോലെ അവർക്ക് ഒരു പവർലെസ്നെസ് എന്ന് പറഞ്ഞാൽ നിസ്സഹായർ, അവർക്ക് യാതൊരു അധികാരവുമില്ല. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ അവർ താഴ്ന്ന വിഭാഗക്കാരാണ് എന്നുള്ള ഒരു മുദ്ര അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവഗണിക്കപ്പെട്ട, അസമത്വം നിറഞ്ഞ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒഴിവാക്കിയ ഒരു വിഭാഗം തന്നെയാണ് ആദിവാസികൾ. ദ ജന ട്രൈബ്സ് വെർ ആക്ച്വലി പീപ്പിൾ ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ ജന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കാട്ടിൽ വസിക്കുന്ന ആളുകൾ എന്നർത്ഥം. ദീസ് പീപ്പിൾ ഓഫ് ദ ഫോറസ്റ്റ് ലിവ് ഇൻ ദ ഹിൽസ് ആൻഡ് ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ അവർ കാടാണ് അവരുടെ ഭവനം. കാടിനെ പരമ്പരാഗത ഭവനമായിട്ടാണ് ഈ ഗോത്രവർഗ്ഗങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഫ്രം ദ 19th century onwards, the colonial government reserved most of the forest area. അപ്പോൾ 19ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും തന്നെ 19th century തന്നെ കോളനി വാഴ്ച കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താണ് ആദ്യം ചെയ്തത്? അവരുടെ വന നിയമം പാസ്സാക്കി. അവരുടെ ഫോറസ്റ്റ് ഏരിയ റിസർവ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഫോർ ഗവൺമെൻറ് യൂസ്. അപ്പോൾ റിസർവ് മോസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റ് ഏരിയ ഫോർ ഗവൺമെൻറ് യൂസ്, ഡിനൈയിങ് ദ റൈറ്റ് ഓഫ് ദ ആദിവാസ് ടു എക്ക് ഔട്ട് ദെയർ ലിവിങ്. അപ്പോൾ ആദിവാസികളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? കാടായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ അതെല്ലാം തേടി, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടത്തി ജീവിച്ചിരുന്നവരെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ അതിൽ നിന്ന് ഉപജീവനം, എക്ക് ഔട്ട് ദെയർ ലിവിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനം തേടുന്നതിനെ അതിൽ നിന്ന് വിലക്കി. അതുകൊണ്ട് തന്നെ അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി. കാരണം അവർ താമസിച്ചിരുന്ന പ്രദേശമാണ് വനനിയമം മൂലം അത് ഗവൺമെൻറ്റിൻ്റെയാണ് എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ആർ നൗ യൂസ്ഡ് മെയിൻലി ഫോർ ടിമ്പർ പ്രൊഡക്ഷൻ. അപ്പോൾ കാടിനെ ബ്രിട്ടീഷുകാർ തടി ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചു. അവിടെ നിന്ന് തടി കടത്തിക്കൊണ്ടുപോവുക, അതുകൊണ്ട് ഒരുപാട് കൺസ്ട്രക്റ്റീവ് വർക്ക് നടത്തുക. പിന്നെ കാട് ധാരാളം ഖനികളുണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ വെച്ച് ചെറിയ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഉൾപ്രദേശങ്ങളിൽ അവിടെയൊക്കെ തേയിലയും കാപ്പിത്തോട്ടങ്ങളും നിർമ്മിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചില ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി. ദ ആദിവാസീസ് ആർ ഫോഴ്സ്ഡ് ടു എൻ്റർ ദ ഫോറസ്റ്റ് ഇല്ലീഗലി ഓർ മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് അതർ വർക്ക്. 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അതിക്രമിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉപജീവന മാർഗം തേടിയിട്ട് തിരിച്ചു പോരുക, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തൊഴിലിനായി പോവുക. അപ്പം ഇങ്ങനെ അതിക്രമിച്ച് കയറുമ്പോൾ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അവരെ ക്രിമിനൽസ് എന്ന് വിളിക്കും. കാരണം അവർ അങ്ങോട്ട് അതിക്രമിച്ച് കയറി, അതും പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചു ഓടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. വെൻ ദേ യൂസ് ഫോറസ്റ്റ് ഇല്ലീഗലി, ദ ഫോറസ്റ്റ് ഗാർഡ് ഹരാസ് ദം, കോളിംഗ് ദം തീവ്സ് ആൻഡ് പ്രോസിക്യൂട്ട് ദം ആസ് എൻക്രോച്ചേഴ്സ്. പിന്നെ ഇതേപോലെ കാടുകളിലേക്ക് ഉപജീവനത്തിന് വേണ്ടി കയറുമ്പോൾ നിയമവിരുദ്ധമായി, കാരണം വനനിയമം കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കരുതെന്നാണ്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ അത് വനപാലകന്മാരെന്താ ചെയ്യുന്നത്? അവരെ കള്ളൻ എന്ന് വിളിക്കും, അതുപോലെ തന്നെ നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറയും. അപ്പോൾ അവരവരുടെ വസിച്ചിരുന്ന ആ പ്രദേശത്തേക്ക് കയറുമ്പോൾ അവർ കള്ളനും നുഴഞ്ഞു കയറ്റക്കാരനുമായി മാറി. ഈവൻ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് തിങ്സ് ഡിഡ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഇവർ വിചാരിച്ചു ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇവരും സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നിന്നിട്ടുള്ളവരാണ് ഗോത്രവർഗ്ഗക്കാർ. എന്നിട്ടും ഗവൺമെൻറ് മോണോപ്പൊളി ഓവർ ദ ഫോറസ്റ്റ് കണ്ടിന്യൂഡ്, സോ ടു എക്സ്പ്ലോയിറ്റേഷൻ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന ഇന്ത്യൻ ഗവൺമെൻറ് ഇത് തന്നെയാണ് ചെയ്തത്. അവരെ അവരുടെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ച് വിടുക, അതുപോലെ തന്നെ
ചൂഷണം ചെയ്യുക, ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നും അവർ അവരുടെ ഭൂമിക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ അവരുടെ വാസസ്ഥലത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. The Indian government gave more importance to capital-intensive industries, which were often concentrated in Adivasi inhabited area. അപ്പോൾ ഗവൺമെൻറ് ഏറ്റവും വലിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വലിയ വലിയ ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വെക്കുക, കൃഷി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി ഡാമുകൾ പണിയുക, അതുപോലെ അതുമാത്രമല്ല മറ്റു പല ഖനികളുടെ പ്രവർത്തനങ്ങൾ ആദിവാസി മേഖലയിലാണ് ഇതെല്ലാം, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും പതുക്കെ കണ്ണടച്ചു. ആദിവാസികളുടെ മേഖലയിലേക്ക് അവർ ഒന്നും മിണ്ടാതെ നുഴഞ്ഞു കയറി. ദ ലാൻഡ് വേർ അക്യൂർഡ് ഫോർ മൈനിങ്. അപ്പോൾ ചില പ്രദേശത്ത് നിക്ഷേപം, ഖനികൾ, പലതരം ഖനികളാണ്. അപ്പോൾ കരിങ്കൽ അല്ലെങ്കിൽ വല്ല ഓരോ രീതിയിലുള്ള മൈനിങ്, കോപ്പർ മൈനിങ്, ഗോൾഡ് മൈനിങ്, ഇങ്ങനെ ഓരോ രീതിയിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വനമേഖല പിടിച്ചെടുത്തു. ഹ്യൂജ് ഡാം പ്രോജക്റ്റിന് വേണ്ടി. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ഇവിടെ പറയാവുന്നത് പോളാവരം ആൻഡ് സർദാർ സരോവരം. ഇതൊക്കെ ഇപ്പോൾ നമുക്കിത് വളരെ ഫേമസ് ആയതാണ്. ആന്ധ്രാപ്രദേശിലെ ഈ സർദാർ സരോവരം, ഗുജറാത്തിലെ. അപ്പോൾ ഇതൊക്കെ, ഈ ലാൻഡൊക്കെ വലിയ ഡാം പ്രൊജക്റ്റിന് വേണ്ടി ആദിവാസികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തവയാണ്. തൗസൻഡ്സ് ഓഫ് ആദിവാസീസ് വെർ ഡിസ്പ്ലേസ്ഡ്, ആഡിങ് ടു ദ സഫറിങ്. അവർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നാട്ടിലൊന്നും ജീവിക്കാനൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെയുള്ളൊരു ജീവിതം അവർ ശീലിച്ചിട്ടില്ല. ഉൾക്കാടിനുള്ളിലുള്ള അവരുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പറിച്ചു നടുക എന്നുള്ളതൊരു പോസിബിളും അല്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് ആദിവാസി കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടമായി. അവർക്ക് ജീവിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാണ്ടായി മാറി. തിങ്സ് ഡിറ്റീരിയറേറ്റഡ് വെൻ ഇൻ ദ 1990s the Indian government adopted liberalization policies. ഇനി ഉദാരവൽക്കരണ നയങ്ങളും കൂടി വന്നപ്പോൾ ഒന്നും കൂടി അവരുടെ പ്രശ്നങ്ങൾ സങ്കീർണമായി മാറി. കാരണം ഒരുപാട് ആളുകൾ, വിദേശ കമ്പനികൾ, സ്വകാര്യ വ്യക്തികൾ ഇതൊക്കെ സ്വയം അവരുടെ വ്യാവസായിക സംരംഭങ്ങൾക്കായിട്ട് വനപ്രദേശങ്ങൾ കീഴടക്കി. ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അണ്ടർടേക്കൺ ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് മെൻറ്റ് റിപ്പീറ്റഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു പ്രാവശ്യം കുടിയൊഴിപ്പിച്ചു വിട്ടു, അവിടെ ഒന്ന് താമസിച്ചു തുടങ്ങുമ്പോൾ മറ്റൊരു പ്രൊജക്റ്റുമായി ആ ഏരിയയിലെത്തും. അപ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റുമായിട്ടായിരിക്കും ആ ഏരിയയിൽ നിന്നും പുറത്തുവിടും. അങ്ങനെ പുറത്തേക്ക് ഇവരെ ഭൂരിഭാഗം ആദിവാസികളെയും അവിടെ നിന്ന് കാടിനുള്ളിൽ നിന്ന് തള്ളി ഇപ്പോൾ അവർ താമസിക്കുന്ന ഏരിയ വെള്ളപ്പൊക്കം വരുന്ന ഏരിയ, അല്ലെങ്കിൽ അവിടെ യാതൊരു വിധത്തിലും കൃഷി ചെയ്യാൻ പറ്റാത്ത പാറക്കെട്ടുകളുള്ള ഏരിയ, അവിടെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അവർ താമസിക്കുന്നത്. നല്ല ഏരിയകളെല്ലാം തന്നെ ഗവൺമെൻറ് കൈയടക്കി വെച്ചു. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ലോസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഏലിയനേഷൻ ഓഫ് ലാൻഡ് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. അപ്പോൾ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, കാടുകളിലെ അന്തേവാസികളെന്ന് പറയാം ആദിവാസികളെ, അവരെ അവരുടെ ഭവനത്തിൽ നിന്ന്, അവരുടെ കാട്ടിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അതോടെ തന്നെ അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു. അവർക്ക് തനതായ ഒരു ഭാഷ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി, ഭക്ഷണരീതി, മതപരമായ രീതി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി മറ്റൊരു നോൺ ട്രൈബൽസുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ, അതേപോലെ തന്നെ ഇപ്പോൾ അവർ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ പട്ടണങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആ കൾച്ചർ തന്നെ ഇല്ലാണ്ടായി എന്ന് പറയാം. സ്റ്റിൽ ദേ കെയിം അപ്പ് വിത്ത് ആദിവാസി മൂവ്മെൻറ്റ്. ഇത് ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോഴാണ് അവർ പ്രക്ഷോഭങ്ങൾ, സ്ട്രഗിളിന് വേണ്ടി ഇറങ്ങിയത്. കാരണം അവർക്കറിയാം ഇത് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെന്താ ചെയ്യേണ്ടത്, പോരാടുക. അങ്ങനെ പോരാട്ടങ്ങളുമായി മുന്നേറി. ഇനി ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ആദിവാസി സ്ട്രഗിൾസ് ഉണ്ടായതെങ്കിൽ പിന്നീട് അത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നേരെയായി മാറിയെന്ന് മാത്രം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാർഖണ്ഡ് മൂവ്മെൻറ്റ് തന്നെ. ഏകദേശം 150 വർഷത്തെ പോരാട്ടം, അതിനുശേഷമാണ് ജാർഖണ്ഡ് ഒരു പ്രത്യേക സ്റ്റേറ്റായിട്ട് അവർക്ക് അനുവദിച്ചത്. അപ്പോൾ നമുക്കിവിടെ നീണ്ട ഛത്തീസ്ഗർ എന്നാണ് കേട്ടോ, ഇവിടെ ചണ്ഡീഗർ എന്നാണ്, ചണ്ഡീഗർ വേറെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ ജാർഖണ്ഡ്, നാഗാലാൻഡ്, ഛത്തീസ്ഗർ എന്നീ പ്രദേശങ്ങൾ പ്രത്യേക സംസ്ഥാനങ്ങളായി മാറി. ബിക്കോസ് ഓഫ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, വളരെയധികം ചൂഷണം, അത് ഒത്തിരി അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്.
ഫിയർ ഓഫ് ലോസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അവരുടെ ഭാഷയും കൾച്ചറും സംസ്കാരവും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അന്യം നിന്ന് പോകും എന്ന പേടി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ആദിവാസി സ്ട്രഗിൾ ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ ദം. അങ്ങനെ ഈ സംസ്ഥാനം തങ്ങൾക്ക് വേണം. കാരണം എന്താണ്? തങ്ങളുടെ തനതായ സംസ്കാരവും ഭാഷയും എല്ലാം ഇല്ലാണ്ടായി പോവും. അങ്ങനെ അതിനുവേണ്ടി അവർ പോരാടി, സ്റ്റേറ്റിന് വേണ്ടി. ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, നാഗാലാൻഡ്, ഛത്തീസ്ഗഡ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിന് വേണ്ടി അവർ ഏകദേശം 150 വർഷത്തോളം പോരാടി. ജാർഖണ്ഡ് മൂവ്മെൻറ്റ്, വിച്ച് ഹാസ് എ ഹിസ്റ്ററി ഓഫ് 150 years ഓഫ് റിവോൾട്ട്, വാസ് ഡയറക്റ്റഡ് എഗെയിൻസ്റ്റ് ദ റൂളേഴ്സ് ഓഫ് ദ ടൈം. ആ കാലഘട്ടത്തിൽ ആരാണോ ബ്രിട്ടീഷുകാരാണെങ്കിൽ അവർക്കെതിരെ. ഇപ്പോൾ 150 വർഷം എന്ന് പറയുമ്പോൾ ആദ്യം ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തു. ഇപ്പോൾ ജാർഖണ്ഡ് പ്രസ്ഥാനത്തിന് ഈ 150 വർഷം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. ഇപ്പോൾ 1937 തുടങ്ങി 60 വരെ ജാർഖണ്ഡ് മൂവ്മെൻറ്റിൻ്റെ ലീഡർ MG ജയപാൽ ആയിരുന്നു. MG ജയപാൽ വാസ് ദെയർ ലീഡർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 1937 to 60. പിന്നെ 60 കഴിഞ്ഞതിന് ശേഷം ഒരു ആ സമയത്ത് 37 കഴിഞ്ഞ് 38-ൽ അവരൊരു സംഘടന ഫോം ചെയ്തു. ഈ 1938 ആദിവാസി മഹാസഭ, that is an tribal organization, was formed, and in 1950s this സഭ underwent a drastic change. ഒരുപാട് മാറ്റമുണ്ടായി. ഈ സഭ, ഈ ഓർഗനൈസേഷന് വേറൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് മാറി, ആൻഡ് ഗേവ് എ ഷേപ്പ് ടു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി ആൻഡ് കോൾ ജാർഖണ്ഡ് പാർട്ടി. അപ്പം ആദിവാസി മഹാസഭ 1950 ആയപ്പോഴേക്കും അതൊരു പാർട്ടിയായി മാറി. ആ പാർട്ടിയുടെ പേരാണ് ജാർഖണ്ഡ് പാർട്ടി. ഇനി 1955 ആയപ്പോൾ ജാർഖണ്ഡ് പാർട്ടി അപ്രോച്ച് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വിത്ത് ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് സ്റ്റേറ്റ്. തങ്ങൾക്കൊരു പ്രത്യേക സംസ്ഥാനം വേണം. തങ്ങളുടെ ഭാഷയും മെജോറിറ്റിയുള്ള ആളുകൾ 90% ആൾക്കാർ ട്രൈബൽസാണ്. അവരുടെ ഭാഷ അറിയുന്ന ആളുകൾ, അവരിൽ നിന്ന് തന്നെ ഒരാൾ ഞങ്ങളുടെ സ്റ്റേറ്റിനെ ഭരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് തരണം എന്നാവശ്യവുമായി അവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് 1955 നിവേദനം നൽകി. ബട്ട് ദ കമ്മീഷൻ റിഫ്യൂസ് ദെയർ ഡിമാൻഡ്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പൊതുവായൊരു ലാംഗ്വേജ് ഇല്ല, നിങ്ങൾ ഒരുപാട് ട്രൈബൽസാണ്, ഓരോ ട്രൈബൽസും ഓരോ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനം കേന്ദ്രീകരിക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്, അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്നത് കേരളം. അപ്പം അതേപോലെ തന്നെ ഇവിടെ ഒരു പൊതുവായ ഭാഷ ഇല്ല എന്ന പേരും പറഞ്ഞുകൊണ്ട് അത് നിരാകരിച്ചു കളഞ്ഞു. ബട്ട് ദ കമ്മീഷൻ റിഫ്യൂസ് ദെയർ ഡിമാൻഡ് ബിക്കോസ് ദ ട്രൈബൽ ഡിഡ് നോട്ട് ഹാവ് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അത് വിട്ടു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1963 ആയപ്പോൾ ദേ മേർജ്ഡ് വിത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ 63-ൽ ആ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്ന് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്. അപ്പോൾ 1972 ആയപ്പോൾ ഇവരോടൊപ്പം 2 കൂട്ടരും കൂടി ചേർന്നു. ഇത് ഓൺലി ട്രൈബൽസ് ആയിരുന്നു അറ്റ് ദിസ് ടൈം. ആഫ്റ്റർ ദാറ്റ് ഇൻ 1972 ആയപ്പോൾ ദ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആൻഡ് പെസൻസ് ജോയിൻ ഹാൻഡ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം വർക്കേഴ്സും അനുഭവിക്കുന്നുണ്ട്, കർഷകരും അനുഭവിക്കുന്നുണ്ട്, ഓൾറെഡി ആദിവാസികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 കൂട്ടരും കൂടി ഒറ്റക്കെട്ടായി നിന്നു 1972 മുതൽ. അപ്പോൾ ഇത്രയും കൂടെ സ്ട്രോങ് ആയി മാറി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ജാർഖണ്ഡ് പാർട്ടി എന്നുള്ള പേരങ്ങ് വിട്ടു. അവരെന്ത് ചെയ്തു? അതിനൊരു പുതിയ പേരിട്ടു, JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച. എ ന്യൂ ഓർഗനൈസേഷൻ വാസ് ബോൺ, ജാർഖണ്ഡ് മുക്തി മോർച്ച. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു പുതിയ ഓർഗനൈസേഷൻ. അപ്പോൾ അവരുടെ ലീഡേഴ്സൊക്കെ ഇങ്ങോട്ട് വന്നു. ട്രൈബൽസ് അണ്ടർ ഷിബു സോറൻ ആൻഡ് BB മഹോത്ത ഓർഗനൈസ്ഡ് ജോയിൻ്റ് ആക്ഷൻ ഓഫ് ട്രൈബൽസ്. ഇപ്പോൾ ട്രൈബൽസിനെ ലീഡ് ചെയ്ത് ഈ പാർട്ടിയുമായി മുന്നോട്ട് പോയത് ഷിബു സോറനും BB മഹോത്തയും. അപ്പോൾ പെസൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് വിച്ച് ട്രൈ ടു റിക്കവർ ഏലിയനേറ്റഡ് ലാൻഡ് ഫ്രം മണി ലെൻഡേഴ്സ്. ഇവരാദ്യം പോരാടാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ്? തങ്ങളിൽ നിന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന, നമ്മളുടെ പലിശക്കാരും മറ്റുള്ളവരും കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു കിട്ടണം, നമ്മളെ പുറത്താക്കിയ ഭൂമി തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് ഇവരാദ്യം പ്രവർത്തനം ആരംഭിച്ചത്. JMM 1973 February 4 സ്റ്റാർട്ട് ചെയ്തത്.
അങ്ങനെ വന്ന് അത് കുറേ പോരാട്ടങ്ങൾക്ക് ശേഷം ഇൻ 2000 ദർ ഡ്രീം മെറ്റീരിയലൈസ്ഡ്. അപ്പോൾ 2000 അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ജാർഖണ്ഡ് വിച്ച് കെയിം ഇൻ ടു ബീയിങ് ഓൺ 15th November 2000 ആസ് ദ 28th സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ ഈസ് ദ ഹോംലാൻഡ് ഓഫ് ട്രൈബൽസ് ഹു ഹാഡ് ഡ്രീംഡ് ഓഫ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ നവംബർ 15, 2000 ജാർഖണ്ഡിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതേപോലെ തന്നെ ഒരു 63 മറ്റൊരു സ്റ്റേറ്റും കൂടി ഫോം ചെയ്തു, നാഗാലാൻഡ്, നാഗന്മാർ. അപ്പോൾ നാഗ ട്രൈബ്സിൻ്റെയാണത്. ബിക്കെയിം ദ 16th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അതുപോലെ ഛത്തീസ്ഗഡ് കാർവ്ഡ് ഔട്ട് ഓഫ് മധ്യപ്രദേശിൽ നിന്നാണ് എടുത്തത്. അതുപോലെ തന്നെ ബീയിങ് November 1, 2000 26th സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ. അപ്പോൾ ഛത്തീസ്ഗറാണ്. ഇവിടെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ചണ്ഡീഗർ എന്നാണ്. ചണ്ഡീഗർ എന്ന് എഴുതരുത്, ഛത്തീസ്ഗർ എന്ന് എഴുതിയേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ പ്രസൻ്റ്ലി ആദിവാസി കമ്മ്യൂണിറ്റി, അപ്പോൾ ഈ സ്ട്രഗിള്, അവരുടെ കലാപങ്ങൾ, അവരുടെ പോരാട്ടങ്ങൾ അവരുടെ മണ്ണിന് വേണ്ടിയും അവരുടെ സംസ്കാരത്തിന് വേണ്ടിയും ആണ്. 2 കാരണങ്ങളാണ് അവർക്കുള്ളത്. പ്രസൻ്റ്ലി ദ ആദിവാസി കമ്മ്യൂണിറ്റി സഫറിങ് ഫ്രം അക്യൂട്ട് പോവർട്ടി. ഇന്ന് ഒരുപാട് നമുക്ക് റേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് എങ്കിലും പലതും അവിടെ ഒന്നും എത്തുന്നില്ല. അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. എക്സ്ട്രീം മാർജിനലൈസേഷൻ, മാർജിനലിസം അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. Also, there has been a decline in the successive generation due to deforestation and lack of basic amenity. അതായത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല അവർക്കിപ്പോഴും. ഈവൻ ടുഡേ ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദെയർ ലാൻഡ്. അവരിപ്പോഴും അവരുടെ ലാൻഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ചൂഷണത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു, കൾച്ചർ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുത്തങ്ങ സ്ട്രഗിള്, അതുപോലെ നിൽപ്പ് സമരം. അപ്പോൾ നമുക്കറിയാം ഈ സമരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും അവരുടെ അവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. ഇന്നും ആദിവാസികൾക്ക് അവരവരുടെ ഭൂമി തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി പ്രക്ഷോഭം തുടങ്ങി, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനിയും നടത്തേണ്ടി വരും. അപ്പോൾ കേരളത്തിലെ മുത്തങ്ങ സമരവും നിൽപ്പ് സമരവും ഒക്കെ ഈ ലേറ്റസ്റ്റ് സംഭവങ്ങളാണ്. അപ്പോൾ നിൽപ്പ് സമരം മുത്തങ്ങ സമരത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വാഗ്ദാനം ചെയ്ത ഭൂമി കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ സമരമാണ്. അപ്പം ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഇപ്പോഴും ആദിവാസി സ്ട്രഗിൾ ഉണ്ട്. നമ്മളത് മാധ്യമങ്ങളിലൂടെ അറിയുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ ഇടാം. താങ്ക് യു.